ഇറാൻ ഏത് സമയവും ഒരു പ്രത്യാക്രമണം നടത്താം, അതിനിരയാവാനോ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവാനോ GCC രാജ്യങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എവിടെ ഒരു താവളം ഒരുക്കിക്കൊണ്ട് ആക്രമണം നടത്തും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ വിവരം പുറത്തു വന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ടാകുമോ? സ്വാഭാവികമായിട്ടും ഇത്തരമൊരു ആക്രമണം നടത്തുന്നതിന് അവരെതിരാണ്. കാരണം അവരുടെ സുരക്ഷയടക്കം ബാധിക്കുന്ന മറ്റു പല കാര്യങ്ങൾക്കടക്കം വലിയ തരത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ആക്രമണം എന്ന നിലയിൽ ഇതിനെ ഇവിടെ തന്നെ തടുക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് മേൽ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന് സാധ്യതയുണ്ടോ? പ്രതികരണങ്ങൾ ലഭ്യമാണോ? ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം വരും മണിക്കൂറുകളിൽ ഈ ആക്രമണത്തിൻ്റെ ദിശ എന്തായിരിക്കും, ഈ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയുടെ സ്വഭാവം എന്തായിരിക്കും എന്ന് മാത്രം ആശങ്കയോടുകൂടി തന്നെയാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാഖ് തങ്ങളുടെ വ്യോമാതിർത്തി പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലെബനാൻ ഹിസ്ബുല്ലയോട് ഒരു നിലയ്ക്കും യുദ്ധത്തിൽ ഇറാൻ അനുകൂലമായിട്ട് രംഗത്തിറങ്ങരുത് എന്ന് ലെബനാൻ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ സ്വാഭാവികമാണ്, ഇറാനുമായിട്ട് അത്രയും സൈനികമായിട്ട് പോലും ചേർന്ന് നിൽക്കുന്ന, രാഷ്ട്രീയമായിട്ടും വംശീയമായിട്ടും ചേർന്ന് നിൽക്കുന്ന കുറേ മിലീഷ്യ വിഭാഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ലെബനാനിലെ ഹിസ്ബുല്ല തന്നെയാണ്. പിന്നെ ഇറാഖിൽ വലിയ തോതിലുള്ള ഇറാൻ അനുകൂല മിലീഷ്യകളുണ്ട്, ഹൂത്തികളുണ്ട് യമനിൽ. അപ്പോൾ ഈ വിഭാഗങ്ങളുടെ കൂടി പങ്കാളിത്തം ഈ യുദ്ധത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമാറുള്ള ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് നേരത്തെ സോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ പല കണക്കുകൂട്ടലുകളിലെയും തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇസ്രായേലിലേക്ക് മാത്രം ഇറാന്റെ തിരിച്ചടി ഒതുങ്ങുകയില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇറാൻ നേതൃത്വത്തിൻ്റെതായി വരുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും സൃഷ്ടിക്കുക എന്ന് നേരത്തെ തന്നെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനെയും പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത നീക്കം എന്നത് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇറാന്റെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടിയുടെ സ്വഭാവം തന്നെയായിരിക്കും. ഈ ഗൾഫിലെ പല അമേരിക്കൻ താവളങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കൻ എംബസികൾ ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള സുരക്ഷ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിലെ US എംബസിയിലെ ജീവനക്കാരെയൊക്കെയും വളരെ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏത് നിലക്കുള്ളൊരു തിരിച്ചടിയും അത് ഇസ്രായേലിൽ മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്ക മുൻകൂട്ടി കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളും അവർ കൈക്കൊണ്ടു വരികയാണ്. പക്ഷേ ട്രംപിന്റെ ഇപ്പോൾ അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ നിന്ന് ഒരു പരിമിതമായിട്ടുള്ള ആക്രമണമല്ല, വളരെ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു ആക്രമണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും എന്നതുൾപ്പെടെയുള്ള ചില ഭീഷണികളും ട്രംപ് ഉയർത്തുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാവികസേനയും കരസേനയും ഈ രണ്ട് സേനകളാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. വ്യോമസേന എന്നത് നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട പതിറ്റാണ്ടുകളായി ഉപരോധം നിലനിൽക്കുന്നത് മൂലം പുതിയ യന്ത്രസാമഗ്രികൾ ലഭ്യമാക്കാനോ പുതിയ വിമാനങ്ങൾ സ്വന്തമാക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വ്യോമ ആക്രമണത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും തന്നെയായിരിക്കും മേധാവിത്വം ലഭിക്കുന്നത്. പക്ഷേ നാവിക ആക്രമണത്തിൽ നാവികമായിട്ട് പാരമ്പര്യമായിട്ടുള്ള ഒട്ടേറെ അനുഭവ പരിചയം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നാവികസേനയെ കൂടി അമേരിക്ക ലക്ഷ്യം വെക്കുന്നതായിട്ട് ട്രംപ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഗൾഫിന്റെ സമ്പദ്ഘടനയെ, ഗൾഫിന്റെ മാത്രമല്ല ലോക സമ്പദ്ഘടനയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയാണെങ്കിൽ ലോകവിപണിയിലേക്കുള്ള എണ്ണയുടെ ഏതാണ്ട് 1/3 കടന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അത് പോകാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് സാമ്പത്തികമായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളെ വലിയ തോതിൽ തന്നെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും. അത്തരമൊരു സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുടെ നേതൃത്വത്തിൽ മസ്കത്തിലും അതോടൊപ്പം തന്നെ വിയന്നയിലുമൊക്കെ ചർച്ചകൾ, ജനീവയിലുമൊക്കെ നടന്നത്. പക്ഷേ ആ ചർച്ചകളൊക്കെയും അസ്ഥാനത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ടാണ് ട്രംപും നെതന്യാഹുവും ചേർന്ന് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണം ഇറാന് മേൽ നടത്തിയിരിക്കുന്നത്. പിന്നിട്ട 47 വർഷമായിട്ട് ഇറാൻ അമേരിക്ക
അമേരിക്ക നശിക്കട്ടെ എന്ന മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. ഇനിയും അത് കണ്ടു നിൽക്കാനാവില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഭരണകൂടത്തിന്റെയും ഇറാൻ എന്ന സൈനിക രാജ്യത്തിന്റെയും തകർച്ചയാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഏകപക്ഷീയമായ ആക്രമണമാണ്. US ഇസ്രായേൽ സംയുക്ത ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിന് ഇറാൻ ഒരു തിരിച്ചടി നൽകുമോ? ഇറാനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായി എന്തൊക്കെ തിരിച്ചടികൾ നൽകാൻ കഴിയും, അതെപ്പോഴുണ്ടാകും തുടങ്ങിയ ചർച്ചകളുണ്ട്. അതിന് അമേരിക്കയും ഇസ്രായേലും എത്രത്തോളം സജ്ജമാണ്? മാത്രമല്ല അത് അത്തരം ഒരു തിരിച്ചടി ഉണ്ടാകുമെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ പോകുമോ തുടങ്ങിയ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ പശ്ചിമേഷ്യ വലിയ യുദ്ധഭീതിയിൽ ആഴ്ന്നിരിക്കുന്ന ഒരു സമയത്ത് വരുന്ന ഓരോ അപ്ഡേറ്റുകളും നിർണായകമാണ്.